ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The multiple cropping practice of sowing green gram seeds in the grain filling stage of rice is called. അതായത് നെല്ലിന്റെ ധാന്യം നിറയുന്ന ഘട്ടത്തിൽ ചെറുപയർ വിത്ത് വിതയ്ക്കുന്ന ഒന്നിലധികം വിള രീതിയെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? റിലേ ക്രോപ്പിംഗ്. The multiple cropping practice of sowing green gram seeds in the grain filling stage of rice is called relay cropping. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following are considered as plant adaptations to drought? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് വരൾച്ചയ്ക്ക് അനുയോജ്യമായ സസ്യങ്ങളായി കണക്കാക്കുന്നത്? 4 എണ്ണം കൊടുത്തിട്ടുണ്ടല്ലേ. 1 സീഡ് ഹാർഡനിങ്, 2 റെഡ്യൂസ്ഡ് ലീഫ് ഏരിയ, 3 റാപ്പിഡ് ഫിനോളജിക്കൽ ഡെവലപ്മെന്റ്, 4 എയർലി സ്റ്റൊമറ്റൽ ക്ലോഷർ. ഇതില് ഏതാണ് വരൾച്ചയ്ക്ക് അനുയോജ്യമായ സസ്യങ്ങളായി കണക്കാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം എന്ന്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? 2, 3 ആൻഡ് 4. 2 ഏതാണ്? റെഡ്യൂസ്ഡ് ലീഫ് ഏരിയ. 3 ഏതാണ്? റാപ്പിഡ് ഫിനോളജിക്കൽ ഡെവലപ്മെന്റ്. 4 ഏതാണ്? എയർലി സ്റ്റൊമറ്റൽ ക്ലോഷർ. അടുത്ത ക്വസ്റ്റ്യൻ. Among the following which is not considered as a principle in system rise intensification? അതായത് താഴെ പറയുന്നവയിൽ സിസ്റ്റം റൈസ് ഇന്റൻസിഫിക്കേഷനിൽ ഒരു തത്വമായി പരിഗണിക്കാത്തത് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? വീഡ് മാനേജ്മെന്റ് വിത്ത് ഹെർബിസൈഡ്സ്. വീഡ് മാനേജ്മെന്റ് വിത്ത് ഹെർബിസൈഡ്സ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A soil conservation practice that minimizes soil erosion and also ensures safe removal of excess runoff water. അതായത് മണ്ണൊലിപ്പ് കുറയ്ക്കുകയും അധികമായി ഒഴുകിപ്പോകുന്ന ജലം സുരക്ഷിതമായി നീക്കം ചെയ്യുന്നത് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു മണ്ണ് സംരക്ഷണ രീതി ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഗ്രേഡഡ് ബൗണ്ടിങ്. ഗ്രേഡഡ് ബൗണ്ടിങ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Given the n uptake of a crop is 220 kg, the approximate CA uptake would be. അതായത് ഒരു വിളയുടെ നൈട്രജൻ ഉപഭോഗം 220 kg ഹെക്ടറിൽ നിന്ന് 1 വരെയാണെങ്കിൽ ഏകദേശം CA ആഗിരണം ചെയ്യുന്ന CA ആഗിരണം ഇങ്ങനെയായിരിക്കും. എങ്ങനെയായിരിക്കും? എൻ്റെ അകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, 110 kg HA⁻⁻1 ആണല്ലേ, അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. പൊട്ടാസ്യം ആപ്ലിക്കേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു 25% ആൻഡ് ഈവൻ സ്കിപ്ഡ് ഇൻ ദ ന്യൂട്രിയന്റ് മാനേജ്മെന്റ് പ്രാക്ടീസ് ഫോർ ദ കാസവ വെറൈറ്റി. അതായത് കപ്പ ഇനത്തിന് പോഷക പരിപാലന രീതികളിൽ പൊട്ടാസ്യം പ്രയോഗം 25% കുറയ്ക്കാം, കൂടാതെ ഒഴിവാക്കുകയും ചെയ്യാം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണല്ലേ, ശ്രീ പവിത്ര. ശ്രീ പവിത്ര. അടുത്ത ക്വസ്റ്റ്യൻ.
The herbicide recommended in KAU weed wiper for the management of weedy rice. അതായത് കളയുള്ള നെല്ലിന്റെ പരിപാലനത്തിനായി KAU വീഡ് വൈപ്പറിൽ ശുപാർശ ചെയ്യുന്ന കളനാശിനി ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഗ്ലൂഫോസിനേറ്റ് അമോണിയം ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following are correct with respect to LEISA? അതായത് LEISAയുമായി ബന്ധപ്പെട്ട ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഫസ്റ്റ് വൺ, focuses on creating diversity. Second one, promotes adoption of hybrid seeds. Third one, relies on natural biological control of pests. Fourth one, encourages recycling of resources. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? LEISAയുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻസ് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഒന്നാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതും. ഒന്നാമത്തെ ഏതാണ്? ഫോക്കസസ് ഓൺ ക്രിയേറ്റിംഗ് ഡൈവേഴ്സിറ്റി. 3 ഏതാണ്? റിയലൈസ് ഓൺ നാച്ചുറൽ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെറ്റ്സ്. 4ാമത്തെ ഏതാണ്? എൻകറേജസ് റീസൈക്ലിംഗ് ഓഫ് റിസോഴ്സസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following is not considered as a complementary interaction in sequential cropping systems? അതായത് ക്രമാനുഗതമായ വിളവെടുപ്പ് സമ്പ്രദായങ്ങളിൽ പൂരക ഇടപെടലുമായി പരിഗണിക്കാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ക്രമാനുഗതമായ വിളവെടുപ്പ് സമ്പ്രദായങ്ങളിൽ പൂരക ഇടപെടലായി പരിഗണിക്കാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണല്ലേ, സോർഗം എഫക്റ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The quantity of a urea required for top dressing in Shreyas variety of transplanted rice cultivated in 2.5 acres is dash. അതായത് 2.5 ഏക്കറിൽ കൃഷി ചെയ്യുന്ന ശ്രേയസിനം പറിച്ചു നട്ട നെല്ലില് മേലെ വളപ്രയോഗത്തിന് ആവശ്യമായ യൂറിയയുടെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണല്ലേ, 98 kg. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സോയിൽ പ്രൊഫൈൽ എ ആൻഡ് ബി ഹോറിസോൺസ് കമ്പൈൻഡ്ലി ഈസ് കോൾഡ് ആസ്. അതായത് ഈ ഒരു മണ്ണ് പ്രൊഫൈൽ എ ബി ചക്രവാളങ്ങളെ ഒന്നിച്ച് ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, സോളം എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പെർട്ടൈനിങ് ടു സോയിൽ ആൻഡ് സോയിൽ ഫോർമേഷൻ. അതായത് മണ്ണിനെയും മണ്ണിന്റെ രൂപീകരണത്തെയും കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഈ 4 ഓപ്ഷൻ്റെ അകത്ത് തെറ്റായ പ്രസ്താവന ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സോയിൽ ഈസ് എ 2-dimensional നാച്ചുറൽ ബോഡി. അതാണ് മണ്ണിനെയും മണ്ണിന്റെ രൂപീകരണത്തെയും കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സോയിൽ സെല്ലുലോയിഡ്സ്. മണ്ണ് കൊളൈഡുകളെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, സ്വെല്ലിംഗ് ആൻഡ് ഷ്രിങ്കേജ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 1:1 കയോലൈറ്റ് ടൈപ്പ് ഓഫ് ക്ലേ മിനറൽ. അതാണ് മണ്ണ് കൊളൈഡുകളെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The soil consistency where the soil water mass just flows under an applied force and fails to retain shape is called. അതാണ് മണ്ണിലെ ജലപിണ്ഡം ഒരു പ്രത്യേക ബലത്തിൽ പ്രവഹിക്കുകയും ആകൃതി നിലനിർത്താൻ കഴിയാതെ വരികയും ചെയ്യുന്ന മണ്ണിന്റെ സ്ഥിരതയെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്?
4 ഓപ്ഷൻസ് ഉണ്ട്. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ? അപ്പർ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കുക അല്ലെ? അപ്പർ പ്ലാസ്റ്റിക് ലിമിറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not correctly matched? ചേരുംപടി ചേർക്കാനുള്ളതാണല്ലേ. ഇതിൻ്റെ അകത്ത് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? ശരിയായിട്ട് പൊരുത്തപ്പെടാത്ത ഏതാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? കണ്ടുപിടിച്ചോ? ഏതാണ്? സൈനോബാക്ടീരിയ ഫ്രാങ്കിയ, അതായത് ഓപ്ഷൻ സി ആണ് ശരിയായി പൊരുത്തപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. The acid sulfate soil of Kerala are called as. അതായത് കേരളത്തിലെ ആസിഡ് സൾഫേറ്റ് മണ്ണുകൾ അറിയപ്പെടുന്നത് എന്താണ്? അറിയപ്പെടുന്നത് the acid sulfate soil of Kerala are called as. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, കാരി ലാൻഡ്സ്. കാരി ലാൻഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. സബ്മർജ്ഡ് സോയിൽസ് ഹാവ്. സബ്മർജ്ഡ് സോയിൽസ് ഹാവ്, അതായത് വെള്ളത്തിനടിയുള്ള മണ്ണിന് ഒരു ഡാഷ് ആണ്. സബ്മർജ്ഡ് സോയിൽസ് ഹാവ് എ ഡാഷ്. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ലോ റിഡോക്സ് പൊട്ടൻഷ്യൽ ആൻഡ് ന്യൂട്രൽ pH. ലോ റിഡോക്സ് പൊട്ടൻഷ്യൽ ആൻഡ് ന്യൂട്രൽ pH. അടുത്ത ക്വസ്റ്റ്യൻ. In remote sensing, normalized differential vegetation index is an index to measure of vegetation health. Pick the incorrect statement. അതായത് റിമോട്ട് സെൻസിങ്ങിന്റെ സസ്യങ്ങളുടെ ആരോഗ്യം അളക്കുന്നതിനുള്ള ഒരു സൂചികയാണ് നോർമലൈസ്ഡ് അത് നോർമലൈസ്ഡ് ഡിഫറൻഷ്യൽ വെജിറ്റേഷൻ ഇൻഡെക്സ്. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് പിക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, സ്ട്രെസ്ഡ് വെജിറ്റേഷൻ വുഡ് അപ്പിയർ യൂണിഫോംലി ബ്രൈറ്റ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? വീണ്ടും ഒരു ചേരുംപടി ചേർക്കലാണ്. താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? ശരിയായിട്ട് പൊരുത്തപ്പെടാത്ത ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ഡൽഹി. അതാണ് തെറ്റായ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. ശരിയായി പൊരുത്തപ്പെടാത്തത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗാനിക് ഫാമിംഗ് ഈസ് ഇൻ. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗാനിക് ഫാമിംഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, ഗാസിയാബാദ് ഉത്തർപ്രദേശ്. ഗാസിയാബാദ് ഉത്തർപ്രദേശ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.